Good evening, dear traders. Welcome back to another video of pre-market analysis. ഇന്നത്തെ പ്രീ മാർക്കറ്റ് അനാലിസിസ് നമ്മൾ യൂഷ്വലി അപ്ലോഡ് ചെയ്യുന്ന ടൈമിലല്ല. അപ്പോൾ ഈ ഒരു പ്രീ മാർക്കറ്റ് അനാലിസിൻ്റെ പ്രത്യേകത ന്യൂയോർക്ക് സെഷൻ ബേസ്ഡ് ആയിട്ടുള്ള ന്യൂയോർക്ക് സെഷൻ ഫോക്കസ് ചെയ്തിട്ടുള്ള ഹൈ പ്രോബബിൾ എൻട്രി സെറ്റപ്സ് വരാൻ ചാൻസ് ഉള്ള ഫോറക്സ് കറൻസി പേഴ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും, മെറ്റൽസ് ഒക്കെ ആയിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡെഫിനറ്റ്ലി നമ്മളെ വാച്ചസിൽ ഗോൾഡ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ബിഫോർ ദാറ്റ് ഇന്നത്തെ അനാലിസിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ന്യൂയോർക്ക് സെഷൻ ഫോക്കസ്ഡ് ആയിട്ടുള്ള അനാലിസിസ് ഒക്കെ പറയുന്നതിന് മുമ്പായിട്ട് ഇന്നലെ നമ്മൾ പറഞ്ഞ പക്ഷേ അനാലിസിസ് ഉണ്ടായിരുന്നു. ഇന്നലെ മൊത്തം നമ്മൾ ഗോൾഡ് ഉൾപ്പെടെ 3 കറൻസി പേഴ്സിൻ്റെ അനാലിസിസ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ക്വിക്ക് റിവ്യൂ ഒന്ന് നടത്താം. നമ്മൾ പറഞ്ഞ പോലെ സെറ്റപ്സ് ഒക്കെ ഫോം ആയിട്ടുണ്ടോ, ആ സോൺസ് ഒക്കെ റെസ്പെക്റ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തേക്ക് ബെസ്റ്റ് പോസിബിൾ എൻട്രീസ് തരാൻ ചാൻസ് ഉള്ള ഫോറക്സ് കറൻസി പേഴ്സ് ഏതൊക്കെയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇന്നലെ ഫസ്റ്റ് ഞാൻ പറഞ്ഞ വാച്ചസിനുണ്ടായ കറൻസി പെയർ USD ആയിരുന്നു. ഇന്നലെ ലണ്ടൻ സെഷൻ്റെ ടൈമിലായിരുന്നു, ലണ്ടൻ സെഷന് മുമ്പായിട്ടായിരുന്നു നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നത്. ഏകദേശം ഇതായിരുന്നു പറഞ്ഞ ഒരു പ്രീമിയം ഏരിയ, ഷോർട്ട് സെല്ലേഴ്സ് കിക്കിനാവാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആയിട്ട് പറഞ്ഞത്. സോ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ ആ ഒരു ഏരിയയിൽ നിന്ന് ഷോർട്ട് സെല്ലേഴ്സ് കിക്കിനായി നല്ല രീതിയിൽ ഒരു ഡൗൺഫോൾ മാർക്കറ്റിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞ ഫസ്റ്റ് ടാർഗറ്റ് ഇന്നലെ പറഞ്ഞ ഫസ്റ്റ് ടാർഗറ്റ് ഈ കാണുന്ന ഡേ ലോ ആയിരുന്നു. അതായത് ഫ്രൈഡേ ലോ ആയിരുന്നു. അതായത് കഴിഞ്ഞ ആഴ്ചത്തെ വെള്ളിയാഴ്ചയുടെ ലോ ആയിരുന്നു നമ്മൾ ടാർഗറ്റായിട്ട് പറഞ്ഞത്. അത് ഇന്നലെ ടേക്ക് ഔട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ഇന്നലെ പ്ലാൻ ചെയ്ത പോലെ തന്നെ ആ ഒരു പ്രീമിയം ഏരിയയിൽ നിന്ന് USD നല്ല ഷോർട്ട് സെൽ എൻട്രീസ് തന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്. നമുക്ക് അവിടെ ലോവർ ടൈം ഫ്രെയിംസിൽ ലൈക്ക് 3 മിനിറ്റ് ആൻഡ് എബോ ടൈം ഫ്രെയിംസിലൊക്കെ നല്ല കൺഫർമേഷൻസ് കിട്ടിയാലായിരുന്നു നമ്മൾ ചെയ്യുമെന്ന് പറഞ്ഞത്. നമുക്ക് നല്ല കൺഫർമേഷൻസ് കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനനുസരിച്ചാണ് മാർക്കറ്റ് ഫോളോ ചെയ്തത്. സോ നമ്മൾ USDയുടെ വ്യൂ കറക്റ്റായിട്ട് തന്നെ മാർക്കറ്റിൽ നിന്നുള്ള പ്ലേ ഔട്ട് ആയിട്ടുണ്ട്. നെക്സ്റ്റ് നോക്കിയ കറൻസി പെയർ ഗോൾഡ് ആയിരുന്നു. ഗോൾഡിൽ നമ്മുടെ അനാലിസിൽ ഇന്നലെ കംപ്ലീറ്റ്ലി റോങ് ആയിപ്പോയി. അതായത് ഇന്നലെ ഗോൾഡ് ചാർട്ട് എടുത്തപ്പോഴേ മറ്റു 2 കറൻസി പേഴ്സ് പോലെ ആയിരുന്നില്ല. ഗോൾഡ് എടുത്തപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു വ്യൂ കിട്ടിക്കൊണ്ടിരുന്നത് വെച്ചത്. അതായത് എനിക്ക് ബുള്ളിഷ് വ്യൂ ഉണ്ടായിരുന്നു, ബെയർ ഷ്യൂ ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും കൂടുതൽ ബെയർ ഷ്യൂ ആയിരുന്നു ഞാൻ പ്രിഫർ ചെയ്തത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇന്നലെ ഗോൾഡ് വെച്ചടിച്ച് ഇന്നലത്തെ നമ്മളുടെ ബെയറിഷ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഒക്കെ കളഞ്ഞു. അതായത് നമ്മൾ ബെയറിഷ് ട്രേഡ്സ് അവിടെ പ്ലാൻ ചെയ്തിട്ട് ഒന്നും വർക്കൗട്ട് ആയിട്ടില്ല. അതായത് ആ ബെയറിഷ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഒന്നും റെസ്പെക്ട് ആയിട്ടില്ല. റെസ്പെക്ട് ആയാലേ വർക്കൗട്ട് ആവുള്ളൂ, അതായത് എൻട്രി ചാൻസ് ഒക്കെ കിട്ടുള്ളൂ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നല്ല എൻട്രീസ് ഒന്നും ഗോൾഡ് ഇന്നലെ നമ്മൾ ഷോർട്ട് സെല്ല് ഭാഗത്ത് നിന്ന് കിട്ടിയില്ല. പക്ഷേ ബൈ വ്യൂ എടുത്തിരുന്നെങ്കിൽ കിട്ടിയേനെ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമ്മളുടെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇന്നലെ റെസ്പെക്ട് ചെയ്തിട്ടില്ല. ഓക്കെ, സോ ഗോൾഡിൽ നമ്മളെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് വർക്കൗട്ട് ആയിട്ടില്ല. ആൻഡ് ഫൈനലി GBPUSD ആയിരുന്നു ഇന്നലെ ഡിസ്കസ് ചെയ്തത്. GBPUSDയിൽ നമ്മൾ ഷോർട്ട് സെൽ വ്യൂ ആയിരുന്നു പറഞ്ഞു വെച്ചത്. ഏകദേശം ഈ കാണുന്ന ഒരു പ്രൈസ് റേഞ്ച്, അതായത് കഴിഞ്ഞ ഫ്രൈഡേ പറഞ്ഞ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഈ കാണുന്ന ഈ ഗ്രീൻ ബോക്സ് ഫ്രൈഡേയുടെ അനാലിസിസ് കണ്ടവർക്ക് മനസ്സിലാവും. അതേപോലെ ഇന്നലെ പറഞ്ഞ ഈ ഒരു ഹാഷ് കളർ ബോക്സ്. അപ്പോൾ ഇത് രണ്ടും പ്രീമിയം ഒക്കെ എടുത്തുകൊണ്ട് ഇവിടെ നിന്ന് ഷോർട്ട് സെല്ല് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാന്നാണ് ഞാൻ പറഞ്ഞു വെച്ചത്, പ്ലാൻ ചെയ്യാന്നാണ് പറഞ്ഞത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഈ ഒരു ഏരിയയിൽ നിന്ന് ഷോർട്ട് സെല്ലേഴ്സ് കിക്കിനായില്ല. പക്ഷേ ഈ ഒരു ഗ്രീൻ ബോക്സ്, അതായത് അതൊരു പ്രീമിയം ഏരിയയാണ്. ഞാൻ ഫ്രൈഡേയിൽ പറഞ്ഞതാണ്. ഫ്രൈഡേത്തെ പ്രീ മാർക്കറ്റ് അനാലിസിസ് കാണാത്തവരത് കണ്ടു നോക്കുക. ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഏരിയയിൽ നിന്ന് തന്നെയാണ് മാർക്കറ്റ് വീണ്ടും എന്തിരിക്കുന്നത്, GBPUSDനെ താഴത്തേക്ക് ഡ്രാഗ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആൻഡ് നമ്മൾ ഫ്രൈഡേ പറഞ്ഞല്ലോ ഓൾറെഡി ഫ്രൈഡേ തന്നെ ടേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് തേഴ്സ്ഡേയുടെ ലോ ഫ്രൈഡേ തന്നെ ടേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ലോ വീണ്ടും ഇന്നലെ വന്നിട്ട് ടേക്ക് ഔട്ട് ചെയ്തു. അതായത് ഇന്നലെ പറഞ്ഞ ടാർഗറ്റ് ഈ ഒരു ലോ ആയിരുന്നു. അതായത് മൺഡേയുടെ ലോ അല്ല, ഇന്നലത്തെ നമ്മൾ പ്രീ മാർക്കറ്റ് അനാലിസിസ് ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പുള്ള ലോ ആയിരുന്നു പറിച്ചത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അങ്ങോട്ടേക്ക് മാർക്കറ്റ് വന്നില്ല. ഫ്രൈഡേയുടെ ലോ തേഴ്സ്ഡേയുടെ ലോ ആയിട്ട് ഫ്രൈഡേ പറഞ്ഞ ആ ഒരു ടാർഗറ്റ് ആയിരുന്നു മാർക്കറ്റ് വീണ്ടും എടുത്തത്. അതിന് വൺ ഓഫ് ദ റീസൺ നമ്മൾ ഇന്നലെ പറഞ്ഞ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിൽ നിന്നല്ല മാർക്കറ്റ് ഡൗൺ ആയിരിക്കുന്നത്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, നമ്മൾ ഫ്രൈഡേ പറഞ്ഞ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിൽ നിന്നാണ് മാർക്കറ്റ് ഡൗൺ ആയിരിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ ആ GBPUSDയുടെ വ്യൂ പാർഷ്യലി പ്ലേ ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. സോ ഓവറോൾ ഒരു റിവ്യൂ നടത്താനാണെങ്കിൽ ഞാനിപ്പോൾ ഇനി മുതൽ എല്ലാ ദിവസവും പ്രീ മാർക്കറ്റ് അനാലിസിൻ്റെ ഒരു റിവ്യൂ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇന്നലെ 5-ാം തീയതി May 5th മൺഡേ പറഞ്ഞതിൽ 3 കറൻസി ബേസ് നോക്കിയിട്ടുണ്ട്. XAUSD പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് വർക്കൗട്ട് ആയിട്ടില്ല. USDയുടെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് വർക്കൗട്ടായി. GBPUSDയുടെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് വർക്കൗട്ടായി. പാർഷ്യലാണ് വർക്കൗട്ട് ആയിരിക്കണം, ബട്ട് സ്റ്റിൽ അത് വർക്കൗട്ട് ആയിട്ടുണ്ട്. സോ ഇന്നലെ ഞാൻ വീണ്ടും പറഞ്ഞൊരു കാര്യമാണ്, ട്രേഡിംഗ് ഈസ് ഓൾ അബൌട്ട് പ്രോബബിലിറ്റീസ്. മനസ്സിലായില്ലേ? ഇതൊരു സാധ്യതയുടെ ഗെയിമാണ്, ഒരു സാധ്യതകളുടെ ഒരു വേൾഡാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. സോ നമ്മളുടെ 3 out of 2 അനാലിസിസ് ഇന്നലെ പക്കയായിട്ട് തന്നെ പ്ലേ ഔട്ട് ആയിട്ടുണ്ട്. സോ ഇനഫ് വിത്ത് ദ റിവ്യൂസ്. ഇനി ഇന്നത്തേക്ക് ഈ ഒരു ന്യൂയോർക്ക് സെഷൻ ഇപ്പോഴും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇപ്പോൾ സമയം പറയുകയാണെങ്കിൽ ഇന്ന സമയം 4:37. അപ്പോൾ ഇനി 5:30ക്കാണ് ന്യൂയോർക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യണത്. ഇപ്പോൾ കിൽസോൺ ടൈമിലാണുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം ഇനി ആ ന്യൂയോർക്ക് സെഷനിലേക്ക് ബെസ്റ്റ് പോസിബിൾ എൻട്രീസ് തരാൻ ചാൻസ് ഉള്ള ഫോറക്സ് കറൻസി ബേസ് ഏതൊക്കെയാണെന്ന്. ഡെഫിനറ്റ്ലി ഗോൾഡ് നമ്മളെ വാച്ചസിലുണ്ട്. ഇനി നമുക്ക് ഇന്നത്തേക്കുള്ള അനാലിസിലേക്ക് കടക്കാം. സോ ഇനി ഇന്നത്തേക്ക് ബെസ്റ്റ് പോസിബിൾ എൻട്രീസ് തരാൻ ചാൻസ് ഉള്ള ഫോറക്സ് കറൻസി പേഴ്സിൽ 2 കറൻസി പേഴ്സാണ് എൻ്റെ പേഴ്സണൽ വാച്ചസിലുള്ളത്. അതിൽ ഡയറക്റ്റ് ആയിട്ടുള്ള ഫോറക്സ് കറൻസീസ് അല്ല ഉള്ളത്. ഒരു ഇൻഡെക്സ് പെയറും പിന്നെ വരുന്നത് ഒരു ഇൻഡെക്സ് പെയറും US ഇൻഡെക്സ് പെയറും
രണ്ടാമത് വരുന്നത് ഗോൾഡുമാണ്. അപ്പോൾ ഇൻഡെക്സ് പെയർ ആയിട്ട് ഞാൻ വാച്ചസിൽ ആഡ് ചെയ്തിരിക്കുന്നത് നാസ് 100 ആണ്. നാസ് 100ൽ ഞാൻ പേഴ്സണലി നോക്കുന്നത് ബെയർ ഷൂ ആണ്. അപ്പോൾ ഈ കാണുന്നത് ഒരു ബെയറിഷ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. അതായത് ഞാൻ പോയിന്റ് പറയാം, അതായത് ലെവൽസ് പറയാം. 19825.3 ആൻഡ് 19860.3. ഇത് രണ്ടും ഒരു പ്രീമിയം ഏരിയ ഒക്കെ എടുത്തുകൊണ്ട് ഇവിടെ നിന്ന് വരുന്ന മണിക്കൂറുകളിൽ ഞാൻ പേഴ്സണലി ഒരു ഷോർട്ട് സെല്ല് ഞാൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നതായിരിക്കും, പ്ലാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ട്രേഡ് പ്ലാൻ അനുസരിച്ച് ഷോർട്ട് സെൽസ് കിട്ടിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഞാൻ ഷോർട്ട് ചെയ്യും. എൻ്റെ ഒരു ആവറേജ് ടാർഗറ്റ് എന്ന് പറയുന്നത്, എൻ്റെ ഒരു മെയിൻ ടാർഗറ്റ് അല്ല ഞാൻ പറയുന്നത്, ഒരു ആവറേജ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരു ഡേ ലോ വരെയൊക്കെ ആയിരിക്കും. അതായത് ഇന്നത്തെ കറണ്ട് ഡേ ലോ ഉണ്ടല്ലോ, ആ ഒരു ഡേ ലോ വരെ ആയിരിക്കും ഞാൻ എന്തായാലും എൻ്റെ ടാർഗറ്റ്സ് ഹോൾഡ് ചെയ്യാൻ നോക്കാം. അതെൻ്റെ ഫൈനൽ ടാർഗറ്റ് ആയിരിക്കും ഞാൻ ഈ പറയണത്. ഡെഫിനറ്റ്ലി ഇതിൻ്റെ ഇടയിൽ പാർഷ്യൽ ആയിട്ടുള്ള ലെവൽസ് ഉണ്ടാവും. ഡെഫിനറ്റ്ലി എൻ്റെ ട്രേഡ് പ്ലാൻ അനുസരിച്ച് എനിക്ക് പാർഷ്യൽ ലെവൽസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നോക്കാം എങ്ങനെയാണ് മാർക്കറ്റ് പ്ലേ ഔട്ട് ആയത്, അതിനനുസരിച്ച് നമുക്ക് ട്രേഡ് പ്ലാൻസ് നോക്കാം. നാസ് 100ൻ്റെ forex.comൻ്റെ ചാർട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഗോൾഡ്. ഗോൾഡിൽ എനിക്ക് പേഴ്സണലി ഉള്ളത് ഒരു ബെയർ ഷൂ ആണുള്ളത്. ഇന്ന് ലണ്ടനിൽ നോക്കുമ്പോൾ ഇവിടെ ഒരു ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അവിടെ നിന്നും മാർക്കറ്റ് നല്ല രീതിയിൽ ശക്തമായിട്ട് മുകളിലേക്ക് പോയി. ഇനി ഞാൻ പേഴ്സണലി ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നത് ഇത് രണ്ട് നല്ലൊരു പ്രീമിയം ഏരിയ ആണ്. നോട്ട് ചെയ്തോട്ടാ, 3383.14 3383.14 ആൻഡ് അനദർ BSL, അതൊരു ബെയറിഷ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. 3387.20 forex.comൻ്റെ ചാർട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നിന്നും ഷോർട്ട് സെല്ലേഴ്സ് പയ്യെ കിക്കിനായി തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ അത് കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ ഇനിയും ഹ്യൂജ് ഇൻഎഫിഷ്യൻസിയോടെ ഷോർട്ട് സെല്ലേഴ്സ് കിക്കിനായി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി വരുന്ന മണിക്കൂറുകളിൽ ഗോൾഡ് ഞാൻ ഷോർട്ട് സെല്ല് ചെയ്യുന്നതായിരിക്കും. എൻ്റെ ഒരു ആവറേജ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞുതരാം. ഈ കാണുന്ന ഒരു ലോ ആണ് ഇവിടുത്തെ, ഈ ഒരു ലോ, അതായത് 3358.86 എന്ന് പറഞ്ഞാൽ ഈ ലോ വരെ ആയിരിക്കും ഞാൻ എൻ്റെ ടാർഗറ്റ്സ് എന്തായാലും ഹോൾഡ് ചെയ്യാൻ വേണ്ടി ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, സോ രണ്ട് കറൻസി പേഴ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സോ നിങ്ങളുടെ ട്രേഡ് പ്ലാൻ അനുസരിച്ച് മാർക്കറ്റിൽ പ്രൈസ് ആക്ഷൻസ് പ്ലേ ഔട്ട് ആവണമെന്നുണ്ടെങ്കിൽ ട്രേഡ് എടുക്കുക. നിങ്ങൾ ട്രേഡ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എന്തായാലും പറയാം. ആൻഡ് ഓഫ് കോഴ്സ് ഒരു പ്രൂവൺ ആയിട്ടുള്ള ഒരു ട്രേഡ് പ്ലാനോടെ മാത്രം, പ്രൂവൺ ആയിട്ടുള്ള ഒരു എൻട്രി ആൻഡ് എക്സിറ്റ് സ്ട്രാറ്റജിയോട് മാത്രം മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ. ഓൾസോ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള റിസ്ക് മാനേജ്മെന്റ് ഫോളോ ചെയ്യുക. അതായത് 1% നിങ്ങളുടെ എൻറ്റയർ ക്യാപിറ്റലിൽ 1%ന് മുകളിൽ ഒരു ട്രേഡ് റിസ്ക് വെക്കാതിരിക്കുക. ഓക്കെ, സോ ഇതൊക്കെയാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളൂ. നിങ്ങൾ ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യരുത്. നിങ്ങളത് നിങ്ങളുടെ പേഴ്സണൽ അനാലിസിസ് കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് മാത്രം നിങ്ങൾ ട്രേഡ് എടുക്കുക. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഓക്കെ, സോ ദാറ്റ്സ് ഫോർ ടുഡേ. ഇനി അടുത്ത പ്രീ മാർക്കറ്റ് അനാലിസിസുമായിട്ട് നാളെ ലണ്ടൻ സെഷനിൽ തന്നെ പരമാവധി നമ്മൾ വരുന്നതായിരിക്കും. ലണ്ടൻ സെഷന് മുമ്പായിട്ട് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ പ്രീ മാർക്കറ്റ് അനാലിസിസ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ദയവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയാം. ഓക്കെ, അതായത് ഇനി വേറെ എന്തെങ്കിലും കറൻസി പേഴ്സ് ആഡ് ചെയ്യണോ, ലൈക്ക് ബിറ്റ്കോയിൻ പോലെയുള്ള ക്രിപ്റ്റോ കറൻസീസ്, ഇതീരിയം പോലെയുള്ള കറൻസീസ് ഒക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. നിങ്ങളുടെ ഒപ്പീനിയൻ അനുസരിച്ച് നമ്മൾ ഡെഫിനറ്റ്ലി അത് പരിഗണിക്കുന്നതായിരിക്കും. ഓക്കെ, സോ നമുക്കിനി ഇന്നത്തേക്ക് നിർത്താം. അപ്പോൾ രണ്ട് കറൻസി പേഴ്സ് തന്നിട്ടുണ്ട്. എല്ലാവരും പ്രോപ്പറായിട്ട് തന്നെ ട്രേഡ് ചെയ്യുക. സോ ട്രേഡ് സേഫ്. നമുക്ക് നാളെ കാണാം. സൈനിങ് ഓഫ് ഫൗസ് ഫ്രം കറൻസി പിപ്സ്.